രയരമംഗലം നാലമ്പല പ്രവേശനം സാധ്യമായി. ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. പിലിക്കോട് നിവാസികൾക്ക് ഇത് മറക്കാനാവാത്ത വിഷുക്കൈനീട്ടം. കാലങ്ങളായി ആചാരാനുഷ്ഠാനങ്ങളുടെ പേരിൽ പൊതുജനങ്ങൾക്ക് നാലമ്പല ദർശനം അസാധ്യമായിരുന്ന പിലിക്കോട് ശ്രീ രയരമംഗലം ഭഗവതി ക്ഷേത്ര നാലമ്പല പ്രവേശനം ഇന്ന് മേടസംക്രമം ദിവസം മുതൽ സാധ്യമായി. പിലിക്കോട് നിനവ് പുരുഷ സ്വയം സഹായ സംഘം ഒരു പ്രമേയത്തിലൂടെ നാലമ്പല പ്രവേശനത്തിന് തുടക്കം കുറിക്കുകയും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളുടെ പരിപൂർണ സഹകരണത്തോടെ ജനകീയ സമിതിയുടെ പ്രവർത്തന ഫലമായാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന രയരമംഗലം ഭഗവതിയെ അരികിൽ ദർശിക്കാനുള്ള അവസരത്തിന് തുടക്കമായത്. സ്വയം സഹായ സംഘം 16/12/24 ആണ് പ്രമേയം പാസാക്കിയത്. അതായത് നമ്മുടെ നാട്ടിലെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള രയരമംഗലം ഭഗവതി ക്ഷേത്രത്തിന് നാലമ്പല പ്രവേശനം വേണം എന്ന് പറഞ്ഞിട്ടുള്ള പ്രമേയം പാസാക്കി. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് നാട്ടിലുള്ള രാഷ്ട്രീയ പ്രമുഖരെയും സാഹിത്യകാരന്മാരെയും എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അതിൻ്റെ നാലമ്പല പ്രവേശന കമ്മിറ്റി ഉണ്ടാക്കി. അനേക കാലമായുള്ള പിലിക്കോട് നിവാസികളുടെ അഭിലാഷമായിരുന്ന നാലമ്പല പ്രവേശനത്തിന് വർഷങ്ങൾക്ക് മുൻപ് ശ്രമങ്ങൾ നടന്നിരുന്നെങ്കിലും ചിലരുടെ എതിർപ്പിനാൽ അന്ന് സാധ്യമായിരുന്നില്ല. ആചാരാനുഷ്ഠാനങ്ങളിൽ കാലോചിതമായ മാറ്റങ്ങൾ അനിവാര്യമാണെന്ന തിരിച്ചറിവിൻ്റെ വിജയം കൂടിയായി ജനകീയ സമിതി ഇതിനെ കാണുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ ഭക്തിയാദരവോടെ മുഴുവൻ ഭക്തജനങ്ങൾക്കും നാലമ്പലത്തിനുള്ളിലെ ശ്രീകോവിലിന് മുന്നിൽ എത്തി പ്രാർത്ഥന നടത്താൻ സാധിക്കുന്നതാണെന്ന് നാലമ്പല പ്രവേശന സമിതി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പിലിക്കോട്. ശ്വാസം വലിച്ചോട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.